പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം ഈ വീഡിയോയ്ക്കകത്തൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമ്മുടെ ഇവിടുത്തെ ഈ സഹോദരിമാർ, തൊഴിൽ ഉറപ്പുകാർ, അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ പോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവർ, അവർ എന്താ ചെയ്യുന്നെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരിമാരാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് 50 രൂപയ്ക്ക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകത്തില്ലേ എന്ന് പറഞ്ഞവർക്ക് എടുത്തുകൊണ്ട് പോകുന്നവരെ ഇവർ കണ്ടോ, ഇതുപോലൊരു ഉന്തുവണ്ടിയും കൊണ്ടൊക്കെ വന്നാണ് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ അവിടുത്തെ കണക്ക് അതൊരു മൂലയിലെടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പട്ടിയെടുത്ത് വീണ്ടും അത് റോഡിലിട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം തന്നെ ഇവരെടുത്തുകൊണ്ട് പോയി ഇത് കൊണ്ട് ഡബ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ആ ഡബ് ചെയ്യുന്നിടത്തുനിന്ന് ഇതെല്ലാം വേസ്റ്റ് എല്ലാം തനിയെ മാറ്റുമാ. പ്ലാസ്റ്റിക് അതെല്ലാം തനിയെ മാറ്റുമാ. അത് തനിയെ മാറ്റും. എന്നിട്ട് അത് എங்கே എടുത്തിട്ട് പോകുന്നത്? നെരുപ്പ് കത്തിച്ചിടും. ബാക്കി ഇരിക്കുന്നത് അത് വിറ്റ് കിട്ടുന്ന കാശ് 50 രൂപ അതൊക്കെ വേറെ കാശ് സർക്കാർ വേറെ കൊടുക്കുമാ? അതല്ല, ഗവൺമെൻറ് ഉങ്ങൾക്ക് വേറെ കൊടുക്കാതെ ഇത് ഈ വേസ്റ്റ് എടുത്ത് പോകുന്ന കാശ് പകുതി ഇവർക്ക് ഇവിടുത്തെ സർക്കാർ 5000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് കേട്ടോ, എടുക്കുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് മാറ്റിയിട്ട് വിറ്റ് കഴിഞ്ഞാൽ അത് 5000 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ എത്രയ്ക്ക് വിൽക്കുന്നു, അതിൻ്റെ നേരെ പകുതി ക്യാഷ് ഇവർക്കാണ്, ബാക്കി ക്യാഷ് സർക്കാരിന്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് 5000 രൂപ സർക്കാർ ഇവർക്ക് കൊടുക്കുന്നത്. എടുക്കുന്ന വീട്ടുകളിൽ നിന്നൊന്നും പൈസ ഇല്ല, ഹോട്ടലുകളിൽ നിന്ന് പോലും പൈസ ഇല്ല. ഇവർക്ക് കൊടുക്കുന്നത് വിഷു അല്ല, ഇവിടെ ദീപാവലി അങ്ങനെയുള്ള ഇവിടുത്തെ ഓരോ ആചാരങ്ങൾ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. 100 രൂപയോ 50 രൂപയോ 500 രൂപയോ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ അളവിനനുസരിച്ച് ഈ സഹോദരിമാർക്ക് ഇവർ കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിലെ രീതി. അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ അവിടെ എങ്ങനെയാണ്? നമ്മുടെ അവിടെ എടുക്കുന്നതിന് 50 രൂപ കൊടുക്കണം. അത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ ഇവർ കൊടുക്കുന്നില്ല എന്ന് അവരവിടെ റിപ്പോർട്ട് ചെയ്താൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയ്തു തരേണ്ട പേപ്പറുകളൊന്നും നമുക്ക് ചെയ്തു തരത്തില്ല. ബ്രിട്ടീഷുകാരെക്കാട്ടിലും നിയമങ്ങളാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇനി എടുക്കുന്ന സാധനം ചൊവ്വ നേരെ കൊണ്ടുപോകും, അവിടെ ഇവിടെ മുക്കിന് മൂലയ്ക്കും എല്ലാം എടുത്ത് വെക്കും. അത് പട്ടി കടിച്ച് വീണ്ടും റോഡിലോട്ടിടും, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും ചെയ്യും. ഇതല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? ഇത് അനീതിയല്ലേ? നിങ്ങൾ എങ്ങനെ പറയാതിരിക്കും? സർക്കാർ ഉങ്ങൾക്ക് എന്നാ കൊടുക്കുമേ? ലാസ്റ്റ് 5000 രൂപ സർക്കാർ വേറെ കൊടുക്കും, അല്ലാതെ ഇത് പകുതി 5000 ശമ്പളം കൊടുത്തിട്ട് മാസം பிரிக்கிறதுல 100 ரூபாய்க்கு 100 ரூபீஸ்க்கு கொடுத்தா 50 ரூபீஸ். കേക്ക് ഇതാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. നിങ്ങൾക്ക് സഹോദരങ്ങൾ അവിടെ എന്നാ കിട്ടുന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് തമിഴ്നാട്ടിലെ സിസ്റ്റം. ഇനി എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ജർമ്മനിയിൽ നിന്ന് എവിടുന്നോ ഒരു സായിപ്പ് വരേണ്ടി വന്നു ചങ്ങനാശ്ശേരിയിലെ വേസ്റ്റ് മാലിന്യം കാണിച്ചതിൻ്റെ വിഷയമുണ്ടാകാൻ. ഒരു 250-300 വീഡിയോ ചങ്ങനാശ്ശേരിയുടെ പല ഭാഗത്തും വേസ്റ്റ് കിടക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ആർക്കും അതിനെപ്പറ്റി ഒരു പ്രതികരണം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. ഞാൻ ഇട്ടുകൊണ്ട് ആരും പ്രതികരിച്ചില്ല, ഒന്നുമില്ല. ആ വീഡിയോ കാണും, ചിലരൊക്കെ ലൈക്ക് അടിക്കും, ഓക്കെ എന്നാ ചെയ്യാനാ സഹോദര എന്നൊക്കെ ചോദിക്കും. ജർമ്മനിയിൽ നിന്ന് ഒരാൾ വന്നപ്പോൾ ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് ഇളക്കമുണ്ടായി. ലോകം മൊത്തം ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം അറിഞ്ഞു, നാറി. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് കുറേ എണ്ണം ഇരിക്കുന്നതിനൊക്കെ ഇനി അതിൻ്റെ അകത്ത് ഇരുന്ന് അതിൻ്റെ അകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും അവിടുത്തെ വാർഡ് മെമ്പർമാർക്കും ഇനി എന്തിനു പറയണം, ചങ്ങനാശ്ശേരി MLAക്ക് പോലും നാണക്കേടല്ലേ?
MLA ഇന്നലെ പറയുന്ന ഒരു സീൻ കേട്ട് എനിക്ക് ചിരി വന്നു. ഞാൻ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട്. അവിടെ 8 മണിയാകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് എടുത്ത് വെക്കും. എന്നിട്ട് 8 മണി കഴിയുമ്പോൾ കാണത്തില്ല, അവിടുത്തെ സർക്കാർ വന്ന് അതിൽ എടുത്തുകൊണ്ട് പോകും. എൻ്റെ MLA ഇവിടെ 8 മണിയല്ല, മാസങ്ങളായിട്ട് ആ സ്റ്റാൻഡിൻ്റെ അവിടെ വേസ്റ്റ് കിടക്കുക. അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വർഷങ്ങളായിട്ട് വേസ്റ്റ് കിടന്ന് അഴുകി മണ്ണിനടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. നിങ്ങളാരും മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളൊന്നും നോക്കുന്ന പോലും ഇല്ല. നിങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെയൊക്കെ വോട്ട് ബാങ്കാണ്, നഷ്ടപ്പെട്ടു പോകും. ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ കംപ്ലീറ്റ് കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം ഒഴിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലെ കക്കൂസ് മാലിന്യം ഒഴിച്ചതിന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി അവരുടെ കൂടെ നിന്നത്. ഞാൻ എതിരായി. അത് ഇവിടെ അവർ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൊട്ടാരമാണ്. ആ പേരും പറഞ്ഞുകൊണ്ട് പിന്നെ ഇവർക്കങ്ങ് പിരിക്കുക. പിന്നെ അതിൻ്റെ അകത്തെ കമ്മിറ്റിക്കാരെയും സെക്രട്ടറീനെയും പ്രസിഡൻറ്റിനെയും ഒക്കെ കണ്ട് പിന്നെ അങ്ങ് മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ അങ്ങ് പിരിവായിരുന്നു. പിന്നെ അത് എനിക്കെതിരായി, പിന്നെ അത് കേസായി, പിന്നെ കോടതിയിലായി, പിന്നെ എൻ്റെ വേസ്റ്റ് എടുക്കാറായി. എൻ്റെ വേസ്റ്റ് എടുക്കത്തില്ല, കംപ്ലയിൻറ്റ് ചെയ്ത് എൻ്റെ വേസ്റ്റ് എടുക്കത്തില്ല. ഇതൊക്കെയാണ് ചങ്ങനാശ്ശേരി നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടാകണ്ടേ? ചങ്ങനാശ്ശേരിക്ക് നട്ടലുള്ള ഒരു MLA വേണ്ടേ? ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഭരിക്കാൻ നട്ടലുള്ള ഒരു ചെയർമാൻ വേണ്ടേ? അപ്പോൾ അതൊക്കെ ഈ വേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളെ ചങ്ങനാശ്ശേരിക്കാരെ 50 വർഷം പുറകോട്ട് പോയ ചങ്ങനാശ്ശേരിയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വേക്കത്തെ തെരഞ്ഞെടുപ്പിൽ നല്ല തൻ്റെടമുള്ളവൻ, നല്ല നട്ടലുള്ളവൻ, നല്ല കുടുംബത്തിൽ പിറന്നവൻ, അവനെ ചങ്ങനാശ്ശേരി കൊണ്ടുവരണം. മനസ്സിലായോ? എന്നാലേ ചങ്ങനാശ്ശേരിക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഓസ്ട്രേലിയക്കാരനും ജർമ്മൻകാരനും ആഫ്രിക്കക്കാരനും ഒക്കെ വന്ന് ചങ്ങനാശ്ശേരിയിലെ റോഡും വേസ്റ്റ് മാലിന്യവും ബോട്ട് ചട്ടിയും ഒക്കെ കാണിക്കേണ്ടി വരും. അയ്യോ, നന്ദി, നമസ്കാരം.